നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ബീറ്റ്സ് ഓഫ് സെന്റ് ജോർജ് കുട്ടികളുടെ റേഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വന്ദേ മാതരം. വന്ദേ മാതരം, വന്ദേ മാതരം, സുജലാം സുഫലാം മലയജ ശീതലാം ശസ്യശ്യാമലാം മാതരം, വന്ദേ മാതരം. ശുഭ്രജ്യോത്സ്നാ പുലകിതയാമിനീം ഫുല്ലകുസുമിത ധ്രുവദലശോഭിനീം സുഹാസിനീം സുമധുരഭാഷിണീം സുഖദാം വരദാം മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം. കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ സിംലി സുജറ്റ്. ഇനി മുതൽ ബീറ്റ്സ് ഓഫ് സെന്റ് ജോർജ് കുട്ടികളുടെ റേഡിയോയിലൂടെ നമുക്ക് പാട്ട് പാടാം, കഥകൾ പറയാം, പഠന വിശേഷങ്ങൾ പങ്കുവെക്കാം. അങ്ങനെ ഒത്തിരി പുതുമകളുമായാണ് ബീറ്റ്സ് ഓഫ് സെന്റ് ജോർജ് റേഡിയോ SGUPS വെൺമണി നിങ്ങളിലേക്ക് എത്തുന്നത്. ശ്രോതാക്കളെ, ഇന്ന് നമ്മുടെ ബീറ്റ്സ് ഓഫ് സെന്റ് ജോർജ് റേഡിയോയുടെ ആദ്യ പരിപാടിയിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ നമ്മളോടൊപ്പം ചേരുകയാണ്. അതാരാണെന്ന് നമുക്ക് നോക്കാം. പ്രിയപ്പെട്ട കുട്ടികളെ, ഞാൻ നിങ്ങളുടെ ഹെഡ് മാസ്റ്റർ എബിമോൻ ജോൺ. ബീറ്റ്സ് ഓഫ് സെന്റ് ജോർജ് എന്ന പേരിൽ സെന്റ് ജോർജ് UP സ്കൂൾ വെൺമണി ഓരോ മാസവും റേഡിയോ പ്രോഗ്രാം ഒരുക്കുന്നു. ഇതിലൂടെ വിനോദവും വിജ്ഞാനവും കുട്ടികളിൽ ഒരുപോലെ ഉടലെടുക്കാൻ സഹായിക്കും. ഒരു നാളിൽ കുറഞ്ഞുപോയ റേഡിയോ സംസ്കാരം വീണ്ടും ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയും. ഇതിനായി ഇങ്ങനെയൊരു ആശയം പങ്കുവച്ച ബിപിൻ സാറിനും പ്രോത്സാഹനം തന്ന സ്കൂൾ മാനേജർ പ്രിൻസ് അച്ഛനും അഭിനന്ദനങ്ങൾ. റേഡിയോ കേൾക്കുന്നത് ഒരു ഹോബിയായി മാറാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ബീറ്റ്സ് ഓഫ് സെന്റ് ജോർജ് SGUPS വെൺമണി, ഇത് കുട്ടികളുടെ റേഡിയോ. ഇന്നത്തെ ശബ്ദം. ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് നമ്മുടെ സ്കൂളിന്റെ മാനേജർ ബഹുമാനപ്പെട്ട പ്രിൻസ് സുറുമ്പിൽ അച്ഛനാണ്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സെൻറ്റ് ജോർജ് UP സ്കൂളിൽ വെൺമണിയിൽ ബീറ്റ്സ് ഓഫ് സെൻറ്റ് ജോർജ് എന്ന പേരിൽ നമ്മൾ ഒരു റേഡിയോ ആരംഭിച്ചിരിക്കുന്നത് നിങ്ങൾ അറിഞ്ഞു കാണും. നമ്മുടെ കുട്ടികളുടെ എല്ലാ സർഗവാസനകളെയും പ്രോത്സാഹിപ്പിക്കുന്നതിനും അവർക്ക് അവരുടെ കലാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനും വളരെ നല്ലൊരു വേദിയായിട്ട് ഇത് മാറുമെന്നതിൽ സംശയമൊന്നുമില്ല. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും പ്രത്യേകമായ എല്ലാ അഭിനന്ദനങ്ങളും നേരുന്നു. ബീറ്റ്സ് ഓഫ് സെൻറ്റ് ജോർജ് റേഡിയോ ചാനലിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി. വളരെ തിരക്കുകൾക്കിടയിലും നമ്മളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെക്കാൻ സമയം കണ്ടെത്തിയ നമ്മുടെ സ്കൂൾ മാനേജർ ബഹുമാനപ്പെട്ട പ്രിൻസ് സുറുമ്പിൽ അച്ഛന് ബീറ്റ്സ് ഓഫ് സെന്റ് ജോർജിന്റെ നന്ദി. ബീറ്റ്സ് ഓഫ് സെന്റ് ജോർജ് കുട്ടികളുടെ റേഡിയോയിൽ അടുത്തത് ഒരു കൊച്ചു കഥയാണ്. കഥയുമായി എത്തുന്നു 6Bയിൽ നിന്നും സോന സിജോ. കൂട്ടുകാരെ, നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്ന കഥയുടെ പേര് വെള്ളവും വിറകും. മഹാസൂത്രക്കാരനാണ് ബിട്ടു. ആളുകളെ പറ്റിക്കാൻ തട്ടിപ്പ് വിദ്യകൾ കൊണ്ടായിരുന്നു അവൻ നടന്നത്. ഒരു ദിവസം ബിട്ടു അയൽക്കാരനായ ജിക്കുവിന്റെ അടുത്തെത്തി. എന്നിട്ട് പറഞ്ഞു, ജിക്കു, മഴ പെയ്തിട്ട് ദിവസം കുറേയായില്ലേ? മുറ്റത്തെ ചെടികൾക്കൊക്കെ ഉണങ്ങിത്തുടങ്ങി. ചെടികൾ നനയ്ക്കാൻ എനിക്ക് കുറച്ച് വെള്ളം തരാമോ? പകരം ഞാൻ നിനക്ക് കുറച്ച് വിറക് തരാം. ജിക്കു സമ്മതിച്ചു. പാചകക്കാരനാണ് ജിക്കു. വിറക് എത്ര കിട്ടിയാലും സന്തോഷമേയുള്ളൂ. അങ്ങനെ ബിട്ടു ഒരു കൈയിട്ട് വിറക് കൊടുത്തു. പകരം ജിക്കു വലിയൊരു വീപ്പ നിറയെ വെള്ളം ബിട്ടുവിന് കൊടുത്തു. 2 ദിവസം കഴിഞ്ഞ് ഒരു മഴ പെയ്തു. മഴ തീർന്നപ്പോൾ ബിട്ടു വീണ്ടും ജിക്കുവിന്റെ വീട്ടിലെത്തി. ജിക്കു, അന്ന് നീ തന്ന വെള്ളം മുഴുവൻ വെയിൽ ആവിയായി മേഘത്തിൽ എത്തി. ആ വെള്ളമായി ഇപ്പോൾ നിന്റെ മുറ്റത്ത് നനഞ്ഞു പെയ്യുന്നത്. ഒന്നും മനസ്സിലാവാതെ ജിക്കു ഇരുന്നു. ബിട്ടു തുടർന്ന്, അതായത്
ഞാൻ കടം വാങ്ങിയ വെള്ളം നിനക്ക് മഴയായി തിരിച്ചു കിട്ടി. അതുകൊണ്ട് അന്നു ഞാൻ തന്ന വിറക് എനിക്ക് നീ തിരിച്ചു തരണം. അതുകേട്ട് ജിക്കു ആദ്യമൊന്ന് ഞെട്ടി. പക്ഷേ പെട്ടെന്ന് അയാൾക്കൊരു സൂത്രം തോന്നി. ജിക്കു വീട്ടിന്റെ അകത്ത് കയറിപ്പോയി. അല്പം കഴിഞ്ഞ് ഒരു പൊതിയുമായി തിരിച്ചെത്തി. പൊതി ബിട്ടുവിന് കൊടുത്തു. എന്നിട്ട് ജിക്കു പറഞ്ഞു, അന്നു നീ തന്ന വിറകിനും ചൂടേറ്റ് ആ ചൂടിൽ വിറകെല്ലാം കത്തിച്ചാരമായി. ആ ചാരമാണിത്. ഇപ്പോൾ കടം വീട്ടിയല്ലോ. കൂട്ടുകാരെ, നമുക്കിനി ഒരു കവിത കേട്ടാലോ? നല്ല കവിതയുമായി എത്തുന്നു ആറയിൽ നിന്ന് നവനീത് ടി.ആർ. കാട്ടുപൂവ് ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ ഈ പുഞ്ചിരി ഒന്നു മാത്രം. മഴവില്ലു പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നുവെന്നിലെ മോഹങ്ങളും. ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ ഈ പുഞ്ചിരി ഒന്നു മാത്രം. മഴവില്ലു പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നുവെന്നിലെ മോഹങ്ങളും. കൃഷ്ണ തുളസി കതിർത്തുമ്പു മോഹിക്കും നിന്റെ ഈ വാർമുടി ചുരുളിലെത്താൻ. പൂജയ്ക്കെടുക്കാത്ത പൂവായ ഞാനും മോഹിച്ചിടുന്നു നിന്നരികിലെത്താൻ. മണമില്ല മധുവില്ല പൂജയ്ക്കെടുക്കില്ല താനെ വളർന്നൊരു കാട്ടുപൂവാണു ഞാൻ. വിടരും മുമ്പേ പൊഴിയുന്ന ഇതളുള്ള പൂജയ്ക്കെടുക്കാത്ത കാട്ടുപൂവാണു ഞാൻ. ഇഷ്ടമാണെന്നൊന്നു ചൊല്ലുവാൻ വേണ്ടി നിത്യവും നിൻ മുമ്പിലെത്തിടുമ്പോൾ നിന്റെ കൊലൂസിൻ്റെ നാദങ്ങളിൽ ഞാൻ താനെ മറന്നൊന്നു നിന്നിടുന്നു. ഒന്നും അറിയാതെ പറയാതെ പോയിടുന്നു. ഇഷ്ടമല്ലെന്നൊരു വാക്കു നീ ചൊല്ലിയാൽ വൃദ്ധമായി പോകുമെൻ ജീവിതം. ഇഷ്ടമല്ലെന്നൊരു വാക്കു നീ ചൊല്ലിയാൽ വൃദ്ധമായി പോകുമെൻ ജീവിതം. നീ നടക്കും വഴിയോരത്ത് എന്നെ കണ്ടാൽ ചിരിക്കാതെ പോകരുതേ. നീ നടക്കും വഴിയോരത്ത് എന്നെ കണ്ടാൽ ചിരിക്കാതെ പോകരുതേ. നിന്റെ ഈ പുഞ്ചിരി മാത്രം മതി എനിക്കിനിയുള്ള കാലം കാത്തിരിക്കാൻ. നിന്റെ ഈ പുഞ്ചിരി മാത്രം മതി എനിക്കിനിയുള്ള കാലം കാത്തിരിക്കാൻ. ഇനിയുള്ള കാലം കാത്തിരിക്കാൻ. ബീഡ്സ് ഓഫ് സെന്റ് ജോർജ് SGUPS വെൺമണി. ഇത് കുട്ടികളുടെ റേഡിയോ. കുട്ടികളുടെ റേഡിയോയിൽ നമുക്കിനി കുറച്ച് കടങ്കഥകൾ കേട്ടാലോ? കടങ്കഥകളുമായി എത്തുന്നു ആ 5Bയിൽ നിന്നും ഹർഷ രതീഷ്. അകം തുറന്നാൽ മണം വരും. ഉത്തരം ചക്കപ്പഴം. അകത്തു രോമം പുറത്തിറച്ചി. ഉത്തരം മൂക്ക്. അകം എല്ലും തോലും പുറം പൊന്തം. ഉത്തരം വൈക്കോൽ കൂന. അക്കരെ നിൽക്കും മച്ചമ്പി, ഇക്കരെ നിൽക്കും മച്ചമ്പി, കടലിൽ ചാടും മച്ചമ്പി. സൂര്യൻ. അടിയിൽ നിധി, മുകളിൽ മേലാപ്പ് താങ്ങും തൂണ്. ചേന. അടിപ്പാറ, നടുക്ക് വടി, മേലെ കാട്. ഉത്തരം ചേന. അടിച്ചു വാരാത്ത മുറ്റം. ഉത്തരം ആകാശം. അടത്തിട്ട കൊട്ടത്തേങ്ങയ്ക്കു തൂക്കിയെടുക്കാൻ നെട്ടില്ല. ഉത്തരം കോഴിമുട്ട. ബീഡ്സ് ഓഫ് സെന്റ് ജോർജ് SGUPS വെൺമണി. ഇത് കുട്ടികളുടെ റേഡിയോ. ശാസ്ത്രപദം. ശാസ്ത്രപദത്തിൽ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് 7Bയിൽ നിന്നും ആരതി കൃഷ്ണ അനീഷ്. നാം ഇന്ന് ഉപയോഗിക്കുന്ന ആധുനിക സാങ്കേതിക വിദ്യകളൊക്കെയും ഒരു കാലത്ത് മനുഷ്യന്റെ വിദൂര ഭാവനകളിൽ മാത്രം ഉണ്ടായിരുന്നവയാണ്.
1931 പുറത്തിറങ്ങിയ ഒരു കോമിക് കഥാപാത്രമാണ് ഡിക്ക് ട്രേസി. ഡിക്ക് ട്രേസി എന്ന നായകൻ ഒരു പോലീസ് ഡിറ്റക്റ്റീവാണ്. അത്യാധുനികമായ വാർത്താവിനിമയ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന നായകൻ ഏവർക്കും ഒരു കൗതുകമായിരുന്നു. 1928 അമേരിക്കയിലെ ഷിക്കാഗോയിൽ ജനിച്ച മാർട്ടിൻ കൂപ്പർ ഇല്ലിനോയിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്നും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും എടുത്ത് മോട്ടോറോള കമ്പനിയിൽ ഉദ്യോഗസ്ഥനായി. അക്കാലത്ത് അമേരിക്കയിലെ ടെലിഫോൺ വിപണി അടക്കി ഭരിച്ചിരുന്ന AT&T എന്ന കമ്പനിയാണ്. എന്തെങ്കിലും വ്യത്യസ്തമായ ഒരു ഉൽപ്പന്നം അവതരിപ്പിച്ചാൽ മാത്രം മറ്റൊരു കമ്പനിക്ക് ഈ മേഖലയിലേക്ക് കടന്നു വരാവുന്ന അവസ്ഥ. ഈ സാഹചര്യത്തിലാണ് വയർ ഘടിപ്പിക്കാത്ത കൊണ്ടു നടക്കാവുന്ന ഫോൺ വികസിപ്പിക്കുന്ന ചുമതല മാർട്ടിൻ കൂപ്പർക്ക് ലഭിക്കുന്നത്. അക്കാലത്ത് ഇത് സംബന്ധമായ നിരവധി ഗവേഷണങ്ങൾ നടന്നെങ്കിലും പ്രായോഗികമായി ഉപയോഗിക്കാവുന്ന തരത്തിൽ ഒരു ഉൽപ്പന്നം പുറത്തിറങ്ങിയതിരുന്നില്ല. വെല്ലുവിളി ഏറ്റെടുത്ത കൂപ്പർ 90 ദിവസങ്ങൾക്കുള്ളിൽ തന്റെ ദൗത്യം പൂർത്തിയാക്കി. 1973 ഏപ്രിൽ മാസം 3-ാം തീയതിയാണ് മൊബൈൽ ഫോണിന്റെ ചരിത്രത്തിലെ സുപ്രധാനമായ ദിനം. അന്നാണ് മാർട്ടിൻ കൂപ്പർ ലോകത്തിന് മുമ്പിൽ ആദ്യമായി സെല്ലുലാർ ഫോൺ അവതരിപ്പിക്കുന്നത്. അദ്ദേഹം ആദ്യം വിളിച്ചത് എതിരാളികളായ AT&T കമ്പനി മേധാവി ഡോക്ടർ ജോയലിനെയും. ഞാൻ വിളിക്കുന്നത് ഒരു സെല്ലുലാർ ഫോണിൽ നിന്നുമാണ് എന്ന് കൂപ്പർ പറയുന്നത് കേട്ട് ജോയൽ അമ്പരന്നുപോയി. ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്തെ കുത്തകാവകാശം ഉണ്ടായിരുന്ന AT&Tക്ക് പിന്നീട് മോട്ടോറോള ഒരു വെല്ലുവിളിയായി. 1973 അവതരിപ്പിച്ച മോട്ടോറോള ടൈന TAC എന്ന ആദ്യത്തെ സെല്ലുലാർ ഫോൺ 10 വർഷങ്ങൾക്കു ശേഷം 1983 വ്യവസായികാടിസ്ഥാനത്തിൽ പുറത്തിറക്കിയത്. അന്നത്തെ ഫോണിന് 1 കിലോയോളം ഭാരവും 1 ഇഷ്ടികയുടെ വലിപ്പവും ഉണ്ടായിരുന്നു. പിന്നീട് പല കമ്പനികളും ഈ മേഖലയിൽ ഗവേഷണം നടത്തിയാണ് നാം ഇന്ന് ആസ്വദിക്കുന്ന മൊബൈൽ വിപ്ലവത്തിന് കാരണമായത്. മാർട്ടിൻ കൂപ്പറിന്റെ പേരിൽ 11 കണ്ടെത്തലുകളുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ ആർലിൻ ഹാരിസും ഈ മേഖലയിലെ ഗവേഷകയായിരുന്നു. ഫസ്റ്റ് ലേഡി ഓഫ് വയർലെസ് എന്നാണ് അവരെ വിളിക്കുന്നത്. സാങ്കേതിക രംഗത്തെ സംഭാവനകളെക്കുറിച്ച് മാനിച്ച് ഇല്ലിനോയ് സർവകലാശാല 2004 മാർട്ടിൻ കൂപ്പർക്ക് ബഹുമതിയായി ഡോക്ടറേറ്റ് സമ്മാനിച്ചു. അസാധ്യം എന്നു പലരും കരുതിയിരുന്ന കാര്യത്തെയാണ് തന്റെ ഉന്നതമായ വീക്ഷണത്താലും കഠിന പരിശ്രമത്താലും മാർട്ടിൻ കൂപ്പർ സാധ്യമാക്കിയത്. ഉന്നതമായ ലക്ഷ്യങ്ങളും സ്വന്തം കഴിവിൽ വിശ്വാസവുമുണ്ടെങ്കിൽ ഏതൊരു മേഖലയിലും തിളങ്ങാൻ നമുക്ക് കഴിയും. മാർട്ടിൻ കൂപ്പറുടെ കഥ കേട്ടുവല്ലോ. നമുക്കും സ്വന്തം കഴിവിൽ വിശ്വസിച്ച് ജീവിതത്തിൽ തിളക്കമുള്ളവരാകാം. ഇത് ബീറ്റ്സ് ഓഫ് സെന്റ് ജോർജ് SGUPS വെൺമണി കുട്ടികളുടെ റേഡിയോ. ഇനി നമുക്ക് കുറച്ച് പഴഞ്ചൊല്ലുകൾ കേട്ടാലോ. പഴഞ്ചൊല്ലുകളുമായി എത്തുന്നു അഞ്ചയിൽ നിന്നും കൊച്ചുമിടുക്കി ദേവിക ബിബിൻ. വീണമരത്തിൽ ഓടിക്കയറാം. അർത്ഥം: ദുർബലന്മാരെ എളുപ്പത്തിൽ കീഴ്പ്പെടുത്താം. വേണമെങ്കിൽ ചക്ക വേരിലും കഴിക്കും. മനസ്സുണ്ടെങ്കിൽ മാർഗവുമുണ്ട്. ആടിയ കാലും പാടിയ വായും ശീലിച്ചതേ പാലിക്കൂ. ഒരു കുന്നിന് ഒരു കുഴി, ഒരു സുഖത്തിന് ഒരു ദുഃഖം. എന്നും പടിക 12, എന്നും വിജയം. നാക്കു നീട്ടിയാൽ നാശം, അമിതഭാക്ഷം ആപത്ത്. പതിരില്ലാതെ കതിരില്ല, ദേഷ്യമില്ലാതെ ഗുണമില്ല. കരയ്ക്കുമില്ല വെള്ളത്തിലുമില്ല, ഒരു തരത്തിലും പ്രയോജനപ്പെടുകയില്ല. എൻ്റെ മുല്ലയും പൂക്കും, എനിക്കും നല്ല കാലം വരും. ആന കൊടുത്താലും ആശ കൊടുക്കരുത്, ആർക്കും ആശ കൊടുക്കരുത്. ഇനി കുട്ടികളുടെ റേഡിയോയിൽ ആരോഗ്യവേദിയാണ്. ആരോഗ്യവേദിയിൽ ഇന്ന് സംസാരിക്കാനായി 7Bയിൽ നിന്നും ജഗദേവ് KR. കുട്ടികൾക്ക് പല അസുഖങ്ങളും വരുന്ന കാലമാണ് മഴക്കാലം. ഈ കാലയളവിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അസുഖങ്ങൾ ഇല്ലാതിരിക്കാൻ ഇക്കാര്യങ്ങൾ ചെയ്യാം. മഴക്കാലമാണെന്ന് കരുതി വെള്ളം കുടിക്കാതിരിക്കരുത്. ചുരുങ്ങിയത് 1.5 ലിറ്റർ വെള്ളമെങ്കിലും സ്ഥിരം കുടിക്കണം. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. വിറ്റാമിൻ C ധാരാളം അടങ്ങിയ ഭക്ഷണം കഴിക്കുക. മഴക്കാലത്ത് പനി, ജലദോഷം പോലുള്ള രോഗങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. വീടിൻ്റെ പരിസരങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കുക. ഫംഗൽ ഇൻഫെക്ഷന് സാധ്യതയുള്ളതിനാൽ ചെരുപ്പുകൾ വൃത്തിയായി സൂക്ഷിക്കുക.
പച്ചക്കറികൾ നന്നായി വൃത്തിയാക്കി മാത്രം കറി വയ്ക്കുക. വസ്ത്രങ്ങൾ നന്നായി ഉണങ്ങിയ ശേഷം മാത്രം ധരിക്കുക. ഇല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷന് സാധ്യതയുണ്ട്. വെള്ളക്കെട്ട് ഉള്ള സ്ഥലങ്ങളിലേക്ക് കുട്ടികളെ തനിച്ച് വിടാതിരിക്കുക. ബീഡ്സ് ഓഫ് സെന്റ് ജോർജ് SGUPS വെൺമണി. കൃഷിദർശൻ. കൃഷിദർശനിൽ നമ്മളോട് സംസാരിക്കാനായി 7Bയിൽ നിന്നും അക്ഷയ അജേഷ്. ഗുണങ്ങളിൽ കേമനായ ഇത്തിരി കുഞ്ഞൻ കോവൽ മഴക്കാലത്തും കൃഷി ചെയ്യാം. മഴക്കാലത്ത് കൃഷി ചെയ്യാൻ ഏറെ അനുയോജ്യമായ ഒരു കൃഷിരീതിയാണ് കോവൽ കൃഷി. കാണാൻ ഇത്തിരി കുഞ്ഞനാണെങ്കിലും ഗുണങ്ങളിൽ കേമനാണ്. വലിയ ചെലവില്ലാതെ തന്നെ വീട്ടിൽ വളർത്തിയെടുക്കാവുന്നതാണ്. ഇതൊന്നു പിടിച്ചു കിട്ടിയാൽ കുറച്ചു കാലം നിലനിൽക്കുമെന്നതും ഇതിന്റെ സവിശേഷതയാണ്. എങ്കിൽ നമുക്ക് എങ്ങനെ കൃഷി ചെയ്യാം എന്ന് നോക്കിയാലോ. കോവൽ കൃഷി ചെയ്യുന്ന വിധം. കോവൽ കൃഷിക്ക് പ്രധാനമായും ആവശ്യമുള്ളത് രോഗപ്രതിരോധ ശേഷിയുള്ള കോവൽ തണ്ടുകളാണ്. കർഷകരിൽ നിന്നും ഇവ ലഭ്യമാണ്. അധികം തരികളില്ലാത്ത മണ്ണാണ് കോവൽ കൃഷിക്ക് അനുയോജ്യം. പെട്ടെന്ന് നശിച്ചു പോകാൻ സാധ്യതയില്ലാത്ത ചാക്കുകളാണ് കൃഷിക്കായി തിരഞ്ഞെടുക്കേണ്ടത്. മണ്ണിലേക്ക് കുറച്ച് കുമ്മായം ചേർത്ത് ഒരു ദിവസമെങ്കിലും യോജിക്കാനുള്ള സാവകാശം നൽകുക. ശേഷം മണ്ണിലേക്ക് ആവശ്യത്തിന് ചകിരിച്ചോറ്, ചാണകപ്പൊടി, കരിയിലകൾ എന്നിവ തുല്യ അനുപാതത്തിൽ ചേർത്ത് കൊടുക്കുക. കോവൽ വള്ളികളിൽ പെട്ടെന്ന് പൂവുകൾ വരുന്നതിനും നടുമ്പോൾ തന്നെ 100 ഗ്രാം കടലപ്പിണ്ണാക്ക്, 50 ഗ്രാം വേപ്പിൻ പിണ്ണാക്ക് തുടങ്ങിയവ ചേർക്കുക. കോവൽ തണ്ടുകളുടെ കീഴ്ഭാഗം V ആകൃതിയിൽ മുറിക്കുന്നത് അവ മണ്ണിൽ ഉറച്ചു നിൽക്കുന്നതിന് സഹായകമാകും. ജൂൺ ജൂലൈ മാസങ്ങളിലാണ് കൂടുതലായും ഈ കൃഷി ചെയ്യുന്നത്. തണ്ടുകളിൽ മുള വരുന്നത് വരെ അധികം സൂര്യപ്രകാശം ലഭിക്കാത്ത സ്ഥലങ്ങളിൽ സൂക്ഷിക്കുക. ദിവസവും ആവശ്യത്തിന് വെള്ളമൊഴിക്കുക. ഇത്തരത്തിൽ കൃഷി ചെയ്യുകയാണെങ്കിൽ ആഴ്ചകളോളം കോവയ്ക്ക വിളവെടുക്കാവുന്നതാണ്. ബീഡ്സ് ഓഫ് സെന്റ് ജോർജ് SGUPS വെൺമണി. ഇത് കുട്ടികളുടെ റേഡിയോ. കായിക രംഗം. കായിക രംഗത്തിൽ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് നമ്മുടെ സ്വന്തം സ്കൂൾ ലീഡർ അലക് ജോഷി. ഓഗസ്റ്റ് 29 ദേശീയ കായിക ദിനം. ഇന്ത്യൻ ഹോക്കിയെ ലോകത്തിന്റെ നെറുകയിൽ പ്രതിഷ്ഠിച്ച ധ്യാൻ ചന്ദ് എന്ന ഹോക്കി മാന്ത്രികനോടുള്ള ആദരസൂചകമാണ് ധ്യാൻ ചന്ദ് ജനിച്ച ആഗസ്റ്റ് 29 ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത്. ഇന്ത്യക്ക് തുടർച്ചയായി 3 തവണ ഒളിമ്പിക്സിൽ ഹോക്കിയിൽ സ്വർണ്ണ മെഡൽ നേടിത്തന്ന താരമാണ് ധ്യാൻ ചന്ദ്. ധ്യാൻ ചന്ദിന്റെ കാലഘട്ടം ഇന്ത്യൻ ഹോക്കിയുടെ സുവർണ്ണ കാലഘട്ടമായി കണക്കാക്കപ്പെടുന്നു. കൂലിപ്പട്ടാളക്കാരനായി ബ്രിട്ടീഷിൽ ജോലി തുടങ്ങിയ അദ്ദേഹത്തിന് ഇന്ത്യൻ സർക്കാർ സ്വാതന്ത്ര്യാനന്തരം പട്ടാളത്തിൽ മേജർ പദവി നൽകുകയും 1956 പത്മഭൂഷൺ നൽകി ആദരിക്കുകയും ചെയ്തു. ഇന്ത്യൻ രാഷ്ട്രപതി കായിക താരങ്ങൾക്കുള്ള അർജുന അവാർഡ്, പരിശീലകർക്കുള്ള ദ്രോണാചാര്യ പുരസ്കാരം ഇവ ഈ ദിവസം സമ്മാനിക്കും. അദ്ദേഹത്തിന്റെ ബഹുമാനാർത്ഥം ദില്ലിയിലെ ദേശീയ സ്റ്റേഡിയത്തെ 2002 ധ്യാൻ ചന്ദ് ദേശീയ സ്റ്റേഡിയം എന്ന് പുനഃനാമകരണം ചെയ്തു. അദ്ദേഹം പഠിച്ചിരുന്ന അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലെ ഒരു ഹോസ്റ്റലിന് അദ്ദേഹത്തിന്റെ പേര് നൽകുകയുണ്ടായി. ധ്യാൻ ചന്ദിന്റെ സ്മരണയ്ക്കായി അനുസ്മരണ തപാൽ സ്റ്റാമ്പും 1-ാം ദിന കവറും കേന്ദ്ര സർക്കാർ പുറത്തിറക്കി. ബീഡ്സ് ഓഫ് സെന്റ് ജോർജ് SGUPS വെൺമണി. ഇത് കുട്ടികളുടെ റേഡിയോ. സ്കൂൾ വിശേഷങ്ങൾ. റേഡിയോയ്ക്ക് ബീഡ്സ് ഓഫ് സെന്റ് ജോർജ് എന്ന പേര് നിർദ്ദേശിച്ച് സമ്മാനം കരസ്ഥമാക്കിയ അലക് ജോഷിക്ക് അഭിനന്ദനങ്ങൾ. ജൂലൈ മാസത്തിലെ ക്വിസ് മത്സര വിജയികളായി തിരഞ്ഞെടുക്കപ്പെട്ട RD കൃഷ്ണയ്ക്കും നിയ ജിനീഷിനും അഭിനന്ദനങ്ങൾ. സബ് ജൂനിയർ ഫുട്ബോൾ മത്സരത്തിനുള്ള പരിശീലനം ആരംഭിച്ചു. പരിശീലനത്തിന് പങ്കെടുക്കുന്ന 15 കുട്ടികൾക്കും ആശംസകൾ. ബീഡ്സ് ഓഫ് സെന്റ് ജോർജ് SGUPS വെൺമണി. ഇത് കുട്ടികളുടെ റേഡിയോ. ഇന്നത്തെ പരിപാടികളൊക്കെ നിങ്ങൾക്കിഷ്ടമായോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട നമ്പർ 6282776583. ഇത് ബീഡ്സ് ഓഫ് സെന്റ് ജോർജ് SGUPS വെൺമണി, കുട്ടികളുടെ റേഡിയോ. സൈനിങ് ഓഫ് ബൈ RJ സിംലി സുജറ്റ്.